ഹലോ എവരിവൺ, നമുക്ക് SSCGD ആൻസർ കീ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം നടന്ന എക്സാമിന്റെ ആൻസർ കീ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം കയറി ചെക്ക് ചെയ്യുക. SSCയുടെ സൈറ്റിലാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ ലോഗിൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുക. നേരെ നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ അല്ല, രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ SSCയുടെ പോർട്ടലിന്റെ പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അതുവഴി നിങ്ങളുടെ ഈ ഒരു ഇന്റർഫേസ് വരും. അത് നിങ്ങളുടെ പേരും കാര്യങ്ങളും ഉള്ള രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഉള്ള ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഓക്കെ, അതിന് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് എക്സാംസും അതുപോലെ തന്നെ മൈ അപ്ലിക്കേഷനും കാണാം. ആ മൈ അപ്ലിക്കേഷൻ എടുക്കുക. അതിന്റെ താഴെ നോക്കണം, കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് ഫോഴ്സസ് CAPF ഇതുണ്ടോ, ഇവിടെയാണ് നമുക്ക് സാധനം കിട്ടുക. ഓക്കെ, അതായത് ആൻസർ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതിയ എക്സാമിന് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി അത് കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തെറ്റാണെന്നോ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഒരു ഏകദേശം മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൻസർ കീ ചലഞ്ച് എന്നൊരു സാധനം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ചലഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെർവർ ഡൗൺ ആയി. നമുക്ക് നേരത്തെ കുറച്ച് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സെർവർ ഡൗൺ ആയി, കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഇതിലേക്ക് എത്തുക. ഇനി എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഡൗൺലോഡ് ചെയ്ത ഒരു ഇന്റർഫേസിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നത് കണ്ടോ, ഇതാണ് അതിന്റെ ഒരു ഇന്റർഫേസ്. നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഇന്റർഫേസ് വരിക. അതായത് നിങ്ങളുടെ PDF കിട്ടുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്വസ്റ്റ്യൻ 1ന്റെ ശരിയുത്തരം ഏതാന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും, സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ട് ആൻസേർഡ്. അതായത് നിങ്ങളിത് ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ഇവിടെ കാണാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കടാ. അടുത്തതില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അതും ഇവിടെ ഈ പയ്യൻ എന്ത് ചെയ്തില്ല, ആൻസർ ചെയ്തിട്ടില്ല. ഓക്കെ, ശരി ഉത്തരം ഏതാണ്, 2 ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ 3 ഇയാൾ ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻസർ ചെയ്തിരിക്കുന്ന നോക്ക്, ചൂസ് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, 2 എന്താണ്, ഇവിടെ തെറ്റിയിട്ടുണ്ട്. ശരി ഉത്തരം 4 ആണ്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും. ഈ ബോക്സിൽ എന്തുണ്ടാവും, നിങ്ങളുടെ ആൻസറിന്റെ സ്റ്റാറ്റസും ഉണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്കി കുത്താൻ പോകരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എക്സാമിന്. കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഴുതിയതിന്റെ എക്സാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ എങ്ങനെയാണ് ആൻസർ വരുന്നത്, എന്താണ് ആൻസർ എന്നൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ്, നല്ല രീതിയിൽ എക്സാം ആൻസർ മാർക്ക് കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നോക്കുക. ലിങ്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇതാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യാം പറയാം. ഇനിയിപ്പോ ഇതിന്റെ ഒരു ഔട്ടർ ഫേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇവിടുന്ന് വേണേൽ കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ കാണിച്ചെന്ന പോലെ ലോഗിൻ ചെയ്തിട്ട് താഴത്തെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളത് സ്വന്തം നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.